ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണ് ചേച്ചി? ഇന്നത്തെ വീഡിയോ വെറുതെ തെണ്ടക്കം. അത് തന്നെ, ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാടാണെന്നൊക്കെ തോന്നും കണ്ടു കഴിഞ്ഞാൽ, പക്ഷെ ഇത് കാടല്ല. നമ്മുടെ നാട്ടിലെ ഇതൊരു റോഡാണ്. നമ്മുടെ നാട്ടിലെ ചെറിയൊരു റോഡാണ്. ഇത് നേരെ പോകുന്നത് എങ്ങോട്ടാണ് കാണിച്ചു തരാം. വയലിലേക്ക്. പക്ഷെ വയലല്ല, അത് പണി എന്നതാണ്, ഒരു സ്റ്റേ ആയി കിടക്കുന്ന ഒരു വഴിയാണ്. അതെ അതെ, റോഡ് പണിയൊക്കെ സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇത് രണ്ടെണ്ണം റോഡ് ഉൾക്കൊണ്ടിരിക്കുന്നത്. അതെ, ഞാനും ചേച്ചി, നമ്മുടെ 2 കുട്ടിപ്പെട്ടാളും നമ്മളൊരു സിസ്റ്ററും കൂടെ ഉണ്ട്. ഇങ്ങനെ പോവുകയാണ്. ബാക്കിയൊക്കെ നമ്മൾ പോകുന്ന വഴി കാണിച്ചു തരാം. അങ്കമാടിയിൽ വന്ന വഴിയാണിത്. അങ്കമാടി കഴിഞ്ഞിട്ട് നമ്മൾ തെണ്ടാൻ ഇറങ്ങുന്ന സ്ഥലമാണിത്. നമ്മൾ പഴയ റീൽസൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ കാണും. കൊച്ചുങ്ങൾക്ക് പിന്നെ നമ്മുടെ ഒരു വിഷുവിൻ്റെ ഷൂട്ടിന് ഒരുപാട് പേര് കമൻ്റ് ഇട്ട് ചോദിച്ചായിരുന്നു, പേഴ്സണലായിട്ടൊക്കെ ചോദിച്ചായിരുന്നു നമ്മുടെ ലൊക്കേഷൻ ഏതാണെന്ന്. അത് പോകുമ്പോൾ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. വിഷു ഇവിടെ ഷൂട്ടിന് വന്നപ്പോഴത്തേക്ക് കാണുന്ന അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ശ്രദ്ധിച്ച കുരയില് കേൾക്കാം. അന്ന് നമ്മളെ ഓട്ടിച്ച് നമ്മൾ ഈ കണ്ട വഴി ഓടി രക്ഷപ്പെട്ട്. ഇന്ന് നമ്മളെ കണ്ടപ്പോൾ അവിടെ നിന്ന് കുരയ്ക്കുന്ന കേട്ടാ. അങ്ങനെ ഗൈസ്, നമ്മൾ വിഷുവിന് നമ്മൾ കൊച്ചുങ്ങടെ ഫോട്ടോഷൂട്ട് എടുക്കാൻ വന്ന ലൊക്കേഷനാണിത്. അടിപൊളി ലൊക്കേഷനല്ലേ? കൃഷ്ണനും രാധയൊക്കെ ആയിട്ട് കൊച്ചുങ്ങൾ നിന്നത് ഇവിടെയാണ്. അതെ, ഇതാ വരുന്നു ആ കൃഷ്ണനും രാധയും. ഹായ്. കൃഷ്ണനും രാധയും ഇതാ വരുന്നു. ഗൈസ്, ഇതാണ് നമ്മുടെ വലിയ തോട്. ഗൈസ്, ഒരു മീൻ പിടിക്കുകയാണ്. അപ്പം കൊച്ചു മീനൊക്കെ കാണുമായിരിക്കും അല്ലേ ഇതില്? നല്ല പായലാണ്. കുട്ടി മീൻസ്. എൻ്റെ ഷോളെടുത്ത് അതാ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുകയാണ് ഇവിടെ. ചേച്ചി നീന്താൻ പോവുകയാണ്. റെഡി. പറ്റും. ഓക്കെ.
നീന്തണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതുകൊണ്ട് ചേച്ചി നീന്താതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. സ്വിമ്മിങ് ചാമ്പ്യനാണ്. അടുത്ത ചാമ്പ്യനാണ്. ആ അടിപൊളി. മതിയാടെ പോവാൻ മോടെ. അവർക്ക് കളിച്ചത് മതിയായില്ലെന്നാണ് ഗൈസ് പറയുന്നത്. അത്യാവശ്യം നേച്ചറിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നേരെ അടിപൊളി വ്യൂവും കാര്യങ്ങളാണ്. ഇപ്പോൾ കൊച്ചുങ്ങളെ കൊണ്ടുവന്നാലും അധികം വെയിൽ കാര്യങ്ങളൊന്നുമില്ല, മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വെള്ളത്തിൽ കളിക്കുകയും ചെയ്യാം. അധികം താഴ്ചയൊന്നുമില്ല. മഴ പെയ്യുമ്പോൾ വരരുത്, ഇതുപോലെ വെള്ളം കാണും. ഇതുവരെ വെള്ളം കാണും. മഴയത്ത് നല്ല കുത്തൊഴുക്കായിരിക്കും. മഴയത്ത് ആരും വരാൻ നിൽക്കില്ല. നമ്മൾ ഈ വയലിൻ്റെ പൊസിഷനിൽ വന്നപ്പം അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. ചേച്ചി ആ പ്രാവുകളെ ഒന്ന് പറത്താൻ നോക്കുകയാണ്. പുഷ്പം. അങ്ങനെ അവസാനം തിരിഞ്ഞ് നനഞ്ഞു കുളിച്ച അവസ്ഥയിൽ നമ്മളിതാ നടന്ന് പോകുകയാണ് ഗൈസ്. ഞങ്ങള് പറഞ്ഞില്ലേ വലിയ തോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടുന്ന അത്ര വലിയ സ്ഥലമൊന്നുമല്ല. നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു തരുമെന്ന് ഇവള് പറഞ്ഞു തരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സംഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാൻ കേട്ടാ. നമ്മുടെ നാട്ടില് വലിയ തോടൊന്നുമില്ല, അത്യാവശ്യം വലിയ ഇവിടെ ഉള്ളതിൽ വലിയ തോട്, അതുകൊണ്ട് അങ്ങനെ വലിയ തോടെന്ന് പറയുന്നു. ബാക്കിയെല്ലാം ചെറിയ തോടായതുകൊണ്ട്. പക്ഷെ വേറെ ആരെയും ഡിസ്റ്റർബൻസും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. ആ തോടിൻ്റെ അടുത്തൊരു വീടുണ്ട്. എൻജോയ് ചെയ്ത് കൊച്ചുങ്ങളൊക്കെ ആയിട്ട് വന്നാലും അവർക്ക് നന്നായിട്ട് കളിക്കാനും എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ സീമന്തപുരം, മടവൂർ സീമന്തപുരം, YMA ലൈബ്രറിയുടെയൊക്കെ അതുവഴി ഇറങ്ങിയാലും വരാം. തൊട്ടിപ്പുറത്ത് 2 റോഡ് കാണും. അതിൽ ഏത് വഴി ഇറങ്ങിയാലും നമുക്ക് ഇങ്ങോട്ട് ഇവിടെ ആരടുത്ത് പറഞ്ഞു തന്നാലും ചോദിച്ചാലും അവർ പറഞ്ഞു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.